സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നിങ്ങൾ പഠിച്ചതാണ്. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒരു റിമൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ടോ മൂന്നോ ആവട്ടെ, അത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് രണ്ടിനും ഒരേ യൂണിറ്റ് ആയിരിക്കണം. നമ്മൾ ഇത് തന്നെയാണ് ആക്ച്വലി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയിലും നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതായത് ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇക്വേഷനിൽ അങ്ങനെയുള്ളത് മാത്രമേ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും വരാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ അതുതന്നെയാണ് ഒരേ സമാന സ്വഭാവമുള്ള രണ്ട് ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാനിപ്പോൾ ഇവിടെ എഴുതിയല്ലോ 10 കിലോഗ്രാം പ്ലസ് 20 മീറ്റർ പെർ സെക്കൻഡ്. അത് എത്ര ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണെന്ന് നോക്കൂ നിങ്ങൾ. ഒരിക്കലും 10 കിലോഗ്രാമിൻ്റെ കൂട്ടത്തിൽ അത് മാസിൻ്റെ യൂണിറ്റാണ്. 20 മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്? 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിൻ്റെ അല്ലെങ്കിൽ സ്പീഡിൻ്റെ യൂണിറ്റാണ്. സോ ഇറ്റ് ഈസ് മീനിങ്ലെസ്. അപ്പോൾ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഒന്നായിരിക്കണം. ഇനി താഴെ എഴുതിയിട്ടുണ്ട് 10 കിലോഗ്രാം പ്ലസ് 150 ഗ്രാം. രണ്ടും മാസിൻ്റെ യൂണിറ്റാണ്. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കിലോഗ്രാമിനെയും 150 ഗ്രാമിനെയും കൂടെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 10ഉം 150ഉം അല്ലേ, 160 എന്നൊക്കെ ആൻസർ എഴുതേണ്ടി വരും. അപ്പോൾ അവിടെയും അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരേ യൂണിറ്റ് ആയിരിക്കണം. രണ്ടിനെയും ഒരേ യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കണം. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ സമാന സ്വഭാവമുള്ളതായിരിക്കണമെന്ന് മാത്രമല്ല, ഒരേ യൂണിറ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അത് ഈ ഒരു സ്പെസിഫിക് എക്സാമ്പിളിൽ ഞാൻ ചെയ്ത് നോക്കാം. 10 കിലോഗ്രാമിനെ ഏതെങ്കിലും ഒന്നിനെ മാറ്റിയാൽ മതി കേട്ടോ. ഒന്നുകിൽ 10 കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ 150 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് SI സിസ്റ്റത്തിലാണ്, അതായത് കിലോഗ്രാമിലാണ്. അതുകൊണ്ട് ഞാനിവിടെ 150 ഗ്രാമിനെയാണ് കിലോഗ്രാമിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് ഇൻറ്റു 10⁻³ അതായത് ബൈ 1000 ആണ്. അതായത് ഇൻറ്റു 10⁻³ കിലോഗ്രാം. അപ്പോൾ നോക്കൂ, 10 പ്ലസ് 150 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 0.150. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10.150 കിലോഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആദ്യത്തെ പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുക. ഇനി രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോഴോ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇഫ് ദ ക്വാണ്ടിറ്റീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പവേഴ്സ് ഓഫ് 10, they must be converted in same powers of 10. അതായത് ആഡ് ചെയ്യേണ്ട രണ്ട് ക്വാണ്ടിറ്റികൾ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും 10ൻ്റെ പവറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് ക്വാണ്ടിറ്റിയുടെയും പവേഴ്സ് സെയിം ആയിരിക്കണം. 10ൻ്റെ പവർ സെയിം ആയിരിക്കണം. നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം ഞാൻ വേറെ രീതിയിൽ ചെയ്യുകയാണ്. 10 കിലോഗ്രാം പ്ലസ് 150 ഗ്രാം. നേരത്തെ നമ്മൾ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റിയല്ലോ. ഇവിടെ ഞാൻ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ എന്താ വരിക? 10 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10⁻³ അത്രയും ഗ്രാം പ്ലസ് 150 ഗ്രാം. നിങ്ങൾ നോക്കൂ, ഒരിക്കലും നമുക്ക് 10 ഇൻറ്റു 10⁻³ പ്ലസ് 150യെ നമ്മൾ മനസ്സിലൊരു ഐഡിയ ഇല്ലാണ്ട് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ഒരിക്കലും ഇപ്പോഴത്തെ 10ഉം അപ്പുറത്ത് 150 ആണ്. അതൊരിക്കലും 160 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും 10ൻ്റെ പവർ സെയിം ആക്കണം. അപ്പോൾ 10 ഇൻറ്റു 10⁻³ ആണ് ഒരു സംഖ്യ. മറ്റേത് ഈ 150 ഗ്രാമിനെ നമ്മൾ 10⁻³ എഴുതാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഞാൻ ചെയ്തത് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഏതൊരു സംഖ്യയും നമ്മളൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ ചെയ്യണം. സോ 150 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 10⁻³. നമ്മൾ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരേ പവർ ആക്കുക എന്നുള്ളതാണ്. 10 ഇൻറ്റു 10⁻³ പോലെ തന്നെ 150നെ 10⁻³ ടേമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് വന്നു? 150 ഇൻറ്റു 10⁻³ ബൈ 10⁻³ താഴെയുള്ള 10⁻³ ഞാൻ 1000 തന്നെ അങ്ങ് എഴുതി. അതായത് 150/1000 ഇൻറ്റു 10⁻³. 150/1000 എത്രയാണ്? 0.15 ആണ് ഇൻറ്റു 10⁻³. ഇപ്പോൾ നോക്കൂ, 10 ഇൻറ്റു 10⁻³ പ്ലസ്
0.150 ഇൻറ്റു 10⁻3. ഇപ്പോൾ ഈ രണ്ട് സംഖ്യയുടെയും 10ൻ്റെ പവർ സെയിം ആയി. ഇനി നമുക്ക് ഡയറക്റ്റ് സം ചെയ്യാം. 10 ഇൻറ്റു 10⁻3 പ്ലസ് 0.150 ഇൻറ്റു 10⁻3. അപ്പോൾ ഈ 10ൻ്റെ പവർ കോമൺ ആക്കി മാറ്റിക്കളയാം നമുക്ക്. സോ 10 പ്ലസ് 0.150, the answer is 10.150 ഇൻറ്റു 10⁻3 ഗ്രാം. അപ്പം മനസ്സിലാലോചിക്കുക, രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെ പവർ സെയിം ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാം. The quantities are added or subtracted in usual manner, but the final result will contain the decimal places which are minimum in individual measurement. അതായത് രണ്ട് സംഖ്യകളെ അല്ലെങ്കിൽ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ സാധാരണ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന പോലെ ചെയ്യാം. മുകളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഒരേ യൂണിറ്റ് ആയിരിക്കണം, 10ൻ്റെ പവർ സെയിം ആയിരിക്കണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എല്ലാ സംഖ്യകളും കൂട്ടുന്ന പോലെ തന്നെ ചെയ്യാം. പക്ഷേ ഇതിന് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ 2-3 സംഖ്യകൾ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ആ നമ്പേഴ്സിൽ ഏതാണോ ഡെസിമൽ പ്ലേസ് മിനിമം ഉള്ളത്, ആ മിനിമം ഡെസിമൽ പ്ലേസ് മാത്രമേ ആൻസറിലും വരാൻ പാടുള്ളൂ. അതാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഫൈനൽ റിസൾട്ട് വിൽ കണ്ടെയ്ൻ ദ ഡെസിമൽ പ്ലേസസ് വിച്ച് ആർ മിനിമം ഇൻ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്. ചോദ്യത്തിൽ തന്ന നമ്പേഴ്സിൽ ഏതാണോ മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഉള്ളത്, അത്രയും ഡെസിമൽ പ്ലേസ് മാത്രമേ ആൻസറിലും വരാൻ വേണ്ടി പാടുള്ളൂ. അപ്പം നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് 2.10. ആ 2.10 പ്ലസ് 0.129 പ്ലസ് 10.34, അങ്ങനെ 3 ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. 2.10ന് 2 ഡെസിമൽ പ്ലേസ് ആണ്. 0.129ൽ 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. മൂന്നാമത്തെ 10.34ലും 2 ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അപ്പോൾ ഈ 3 സംഖ്യകൾ നോക്കുമ്പോൾ മിനിമം ഡെസിമൽ പ്ലേസ് ഉള്ളതെന്ന് പറയുമ്പോൾ 2 ആണ്. ഈ 3 സംഖ്യകളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 12.569 ആണ്. അപ്പോൾ 12.569 എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഡെസിമൽ പ്ലേസ് മാത്രമേ നമ്മൾ ചോദ്യത്തിൽ വന്നിട്ടുള്ളൂ. അതായത് ഇവിടെ വരുന്ന 2.10ൽ 2 ഡെസിമൽ പ്ലേസും അതേപോലെ 3.4ലുള്ള 2 ഡെസിമൽ പ്ലേസും. അപ്പോൾ ഈ ആൻസറിലും 2 ഡെസിമൽ പ്ലേസ് മാത്രമേ വരാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഡെസിമൽ പ്ലേസ് നോക്കിയിട്ട് ഈ മൂന്നാമത്തെ സംഖ്യ ഒഴിവാക്കണം. അത് നമ്മൾ റൗണ്ടിങ് ഓഫിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നാലും നിങ്ങൾക്കറിയാം ഈ പ്ലേസിനെ നമ്മൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ദിസ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ എന്ത് ചെയ്യും? പ്രൊസീഡിങ് ഡിജിറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. അപ്പോൾ ആൻസർ വരും എന്താണെന്ന് പറഞ്ഞാൽ 12.57 ആണ് ഇവിടെ ആൻസർ വരിക. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് ആയിട്ട് മാറുകയും ചെയ്തു. ഇനി നോക്കുക, വേറെ 2 സംഖ്യകൾ തന്നിട്ടുള്ളത് 24.596. ഇവിടെ 3 ഡെസിമൽ പ്ലേസ് വന്നു. -1.2 ആണ്. അപ്പോൾ ഈ 2 സംഖ്യകൾ കുറയ്ക്കുന്ന സമയത്ത്, സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഏതാണോ മിനിമം ഡെസിമൽ പ്ലേസ് ഉള്ളത് അത് മാത്രമേ ആൻസറിൽ വരാൻ പാടുള്ളൂ. ഇവിടെ 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്, ഇവിടെ ഒറ്റയൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസറിലും 1 ഡെസിമൽ പ്ലേസേ ആൻസറിൽ വരാൻ വേണ്ടി പാടുള്ളൂ. നമുക്ക് കിട്ടിയുള്ളത് എന്താണ്? 23.396. അതായത് 1 ഡെസിമൽ പ്ലേസിലേക്ക് ഇത് മാറ്റണം. അപ്പോൾ നമുക്ക് ഈ 2 ഡിജിറ്റിന് നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സംഖ്യയ്ക്ക് ശേഷം 1 ഡെസിമൽ പ്ലേസേ പാടുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള സംഖ്യ 5നേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? ദ പ്രൊസീഡിങ് ഡിജിറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. അപ്പോൾ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് 23.396ൽ 3 ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. സോ ദ ആൻസർ ഈസ് 23.4 എന്ന് വരും. അവസാനമായിട്ട് എങ്ങനെയാണ് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. അപ്പോൾ നോക്കുക, ടു എലിമിനേറ്റ് ദ എക്സ്ട്രാ ഫിഗേഴ്സ് ആഫ്റ്റർ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ദ റൂൾ ഈസ് ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 5 ഇറ്റ് ഈസ് ഒമിറ്റഡ്. But if the number is greater than 5, then the left figure is increased by unity. അതായത് if the number is less than 5, if the number to be dropped is less than 5, ഏത് നമ്പറിനെയാണ് ഒഴിവാക്കേണ്ടത്? 5നേക്കാൾ കുറവാണെങ്കിൽ it is omitted. അത് നേരെ ഒഴിവാക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. But if the number is greater than 5, then the left figure is increased by unity. ഏത് നമ്പറിനെയാണ് ഒഴിവാക്കേണ്ടത്? അത് 5നേക്കാളും കൂടുതലാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ നമ്മൾ പ്രിസീഡിങ് ഡിജിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ലെഫ്റ്റ് ഫിഗർ അല്ലെങ്കിൽ പ്രിസീഡിങ് ഡിജിറ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കണം. ഫോർ എക്സാമ്പിൾ 2.162 എന്നുള്ള നമുക്ക് 2 ഡെസിമൽ പ്ലേസിന് ആൻസർ വേണം. അപ്പോൾ നമുക്ക് 2നെയാണ് ഒഴിവാക്കേണ്ടത്. 2 എന്നുള്ളത് ലെസ് ദാൻ 5 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും?
ഇതിന് നേരെ ഒഴിവാക്കുക, ഒന്നും ചെയ്യാനില്ല. സോ ദ ആൻസർ വിൽ ബി 2.16. ഇനി ഈ നമ്പറോ 2.167 എന്ന് പറയുമ്പോൾ 2 ഡെസിമൽ പ്ലേസിനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ട നമ്പർ 7 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ ഈ പ്രൊസീഡിങ് ഡിജിറ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, അതായത് 2.17 എന്ന ആൻസർ വരും. അപ്പോൾ ഇനിയുള്ള ഒരു ഡൗട്ട്, ഏത് നമ്പറിനെയാണ് ഒഴിവാക്കേണ്ടത്, അത് എക്സാക്ട്ലി 5 ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇഫ് ദ നമ്പർ ഈസ് എക്സാക്ട്ലി 5 ആൻഡ് the preceding number is even, then it is omitted. ഒഴിവാക്കേണ്ട നമ്പർ 5 ആണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ, അതായത് പ്രിസീഡിങ് നമ്പർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, അതിനെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം. ഒന്നും ചെയ്യാണ്ട് 5നെ അങ്ങോട്ട് ഒഴിവാക്കാം. ബട്ട് ഇഫ് ദ പ്രിസീഡിങ് ഡിജിറ്റ് ഈസ് ഓഡ്, ഒറ്റ സംഖ്യ ആണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ, ദെൻ the preceding digit, left സൈഡിലുള്ള ഡിജിറ്റ്, preceding digit is increased by 1. അതൊന്ന് കൂട്ടി കൊടുക്കണം. ഒരു എക്സാമ്പിൾ ചെയ്യാം. 12.15 ആണ്. നമുക്ക് ഒറ്റ ഡെസിമൽ പ്ലേസിന് ആൻസർ കിട്ടണം. അപ്പോൾ ഈ 5നെയാണ് ഒഴിവാക്കേണ്ടത്. അപ്പോൾ 5 വരുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്? പ്രിസീഡിങ് ഡിജിറ്റ് ഓഡ് നമ്പറാണ് ഇവിടെ. ഓഡ് നമ്പർ ആണെങ്കിൽ അതൊന്ന് കൂട്ടി കൊടുക്കണം. സോ ദ ആൻസർ ടേൺസ് ടു 12.2. അടുത്ത എക്സാമ്പിൾ 8.45 ആണ്. ഇവിടെയും നമുക്ക് ഒറ്റ ഡെസിമൽ പ്ലേസിലാണ് ആൻസർ വരേണ്ടത്. ഇത് നോക്കൂ, നമുക്ക് ഇതിൻ്റെ പ്രിസീഡിങ് ഡിജിറ്റ്, 5ൻ്റെ പ്രിസീഡിങ് ഡിജിറ്റ് 4 ആണ്. 4 ഈസ് എൻ ഈവൻ നമ്പർ, നമ്മൾ പഠിക്കുന്നുണ്ട്. 5നെയാണ് ഒഴിവാക്കേണ്ടത്. 5ൻ്റെ ഇപ്പുറത്തുള്ള ഡിജിറ്റ്, ലെഫ്റ്റ് സൈഡിലെ ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, 5നെ നേരെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. സോ ദ ആൻസർ വിൽ ബി 8.4. അപ്പോൾ ഇതാണ് നമ്മൾ 5 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂൾ ഇങ്ങനെയാണ്. അതായത് പ്രിസീഡിങ് ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ആ 5നെ നേരെ ഒഴിവാക്കാം. പ്രിസീഡിങ് ഡിജിറ്റ് ഓഡ് ആണെങ്കിൽ ആ പ്രിസീഡിങ് ഡിജിറ്റിന് എന്ത് ചെയ്യണം? ഒരു നമ്പർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 12.15നെ 12.2 എന്ന് എഴുതിയ പോലെ ദ പ്രിസീഡിങ് ഡിജിറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സപ്പോസ് വി ഹാവ് 2 മെഷർമെൻറ്റ്സ് ഓഫ് മാസസ് 1.2 കിലോഗ്രാം ആൻഡ് 2.55 gram. These are to be added. ഇപ്പോൾ m1 ഈക്വൽ ടു 1.2 കിലോഗ്രാം ആണ്, ഒരു ഡെസിമൽ പ്ലേസ് ആണുള്ളത്. അല്ല m2 ഈക്വൽ ടു 2.55 gram, അവിടെ 2 ഡെസിമൽ പ്ലേസ് ആണ് ആ വാല്യൂ. നമുക്ക് 1.2 കിലോഗ്രാമിനെയും 2.55 ഗ്രാമിനെയും നേരെ ആഡ് ചെയ്യാൻ പറ്റില്ല, രണ്ടിനും ഒരേ യൂണിറ്റ് അല്ല ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. 2.55 into 10⁻³ കിലോഗ്രാം. അപ്പോൾ 1.2 പ്ലസ് 2.55 into 10⁻³ കിലോഗ്രാം നേരെ എഴുതാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? ആ 10ൻ്റെ പവറിന് അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കി. അപ്പോൾ 0.0025 കിലോഗ്രാം എന്ന് വന്നു. അപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം, m1ൻ്റെ ഡെസിമൽ പ്ലേസ് 1ഉം m2ന് 2 ഡെസിമൽ പ്ലേസ് ആണ് ഉള്ളത്. 2.55 into 10⁻³ എന്നാണ് ഈ നമ്പറിന് സയൻറ്റിഫിക് നൊട്ടേഷനിൽ വരിക. അപ്പോൾ അവിടെ 2 ഡെസിമൽ പ്ലേസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 2 നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസറിൽ ഒരു ഡെസിമൽ പ്ലേസ് മാത്രമേ വരാൻ പാടുള്ളൂ. നമ്മൾ 2 നമ്പർ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ടോട്ടൽ മാസ് m ഈക്വൽ ടു m1 പ്ലസ് m2, അതായത് 1.2 പ്ലസ് 0.0025. സോ ദ ആൻസർ ഈസ് 1.2025. അപ്പോൾ നമുക്ക് ഒരു ഡെസിമൽ പ്ലേസ് മാത്രമേ ആൻസറിൽ വരാൻ പാടുള്ളൂ. അതായത് 1.2 കഴിഞ്ഞിട്ടുള്ള 0.25 ഒഴിവാക്കണം. അപ്പോൾ 2ന് ശേഷമുള്ള 0 ഇറ്റ് ഈസ് ലെസ് ദാൻ 5. നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, അതിനെ നേരെ അങ്ങോട്ട് ഒഴിവാക്കാം. അപ്പോൾ ഫൈനൽ ആൻസർ എന്തേ വരുള്ളൂ? 1.2 കിലോഗ്രാം എന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.